എൻ്റെ മോളെ ഞാൻ വിട്ടുതരില്ല. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം നിറയുന്ന ഒരു സന്ധ്യയ്ക്ക് നമ്മളെല്ലാവരും ഇതിവിടെ തുടക്കം കുറിക്കുകയാണ്. കാരണം മലയാളി പ്രേക്ഷകർക്ക് ഒരുപിടി നല്ല കുടുംബ ചിത്രങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയ സംവിധായകൻ VM വിനു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മറുപടിയുടെ ഓഡിയോ ലോഞ്ചിനോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ വെൽക്കമിങ് ഈച്ച് വൺ ഓഫ് യു ടു ദിസ് മ്യൂസിക് ലോഞ്ച് ഓഫ് ദി ഫിലിം മറുപടി. അപ്പോൾ നല്ലൊരു കൈയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു സന്ധ്യയ്ക്ക് തുടക്കം കുറിക്കാം. യെസ്, അപ്പോൾ ഈ ഒരു ചിത്രം നമ്മുടെ മറുപടി, ഈ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ആർക്ക് വേണമെങ്കിലും ഏതൊരു കുടുംബത്തിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ നേർക്കാഴ്ചയാണ്. ബാലേട്ടൻ, ബെസ്റ്റ് കണ്ടക്ടർ, പെൺപട്ടണം, അങ്ങനെ ഒട്ടനവധി നല്ല കുടുംബ ചിത്രങ്ങൾ VM വിനു സാർ നമ്മൾക്ക് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സംവിധാനം ചെയ്ത ഈ ഒരു മറുപടി എന്ന ചിത്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേഡി മോഷൻ പിക്ചേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. കാരണം ബേഡി മോഷൻ പിക്ചേഴ്സിൻ്റെ എവറിഥിങ് അഷ്റഫ് സാറിൻ്റെ ബെറ്റർ ഹാഫ് ജുലൈന അഷ്റഫാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഗാനമുണ്ട്, ഇന്നലെ എൻ്റെ നെഞ്ചിലെ. ആ ഒരു മനോഹര ഗാനം ഉത്ഭവിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ സംവിധായകൻ VM വിനു സാറും അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും പ്രിയ മ്യൂസിക് കമ്പോസർ കൂടിയായ M ജയചന്ദ്രൻ സാറ് കൂടിയായിട്ടാണ്. ആ ഒരു കൂട്ടുകെട്ട്
ഈ ഒരു ചിത്രത്തിലുമുണ്ട്. നമ്മൾക്ക് വേണ്ടിയിട്ട് 2 ഗാനങ്ങളാണ് അവർ നൽകുന്നത്. ഈ ഒരു ചിത്രത്തിലെ മ്യൂസിക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് മില്ലേനിയം ഓഡിയോസ് ആണ്. അപ്പോൾ നമ്മളുടെ ടെക്നീഷ്യൻസിൻ്റെയും ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇനി വൈകിക്കാതെ തന്നെ ഈ ഒരു ഈവനിങ്ങിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളേവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യാനായിട്ട് ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈയോടു കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. മറുപടി എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ VM വിനു. വെൽക്കം സർ. നമസ്കാരം. മറുപടി എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ട്രെയിലർ റിലീസിൻ്റെ ഈ ചടങ്ങിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മലയാള സിനിമയിലെ പ്രമുഖരായ വ്യക്തികളെയും അതുപോലെ തന്നെ മറുപടിയിൽ അഭിനയിച്ച നടീനടന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും മാധ്യമ സുഹൃത്തുക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പലരെയും പെട്ടെന്നാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവരും അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ഇനി വൈകിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ചടങ്ങിലേക്ക് കടക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളുടെ ഓഡിയോ ലോഞ്ച് ഈ ഒരു ഈവനിങ്ങിലേക്ക് നമ്മളുടെ ചിത്രത്തിലെ ഏറ്റവും മികച്ച അഭിനേതാക്കൾ അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻസിനെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹം തന്നെ സ്വാഗതം ചെയ്തു. ഏറ്റവും ആദ്യം മറുപടി എന്ന ഈ ഒരു ചിത്രത്തിലെ ലീഡിംഗ് ആക്ടർ അല്ലെങ്കിൽ നമ്മൾ ഹീറോ എന്ന് പറയുന്ന അന്നും ഇന്നും ഒരേപോലെ ഹാൻഡ്സം ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. ദ എവർഗ്രീൻ ആക്ടർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദി വണ്ടർഫുൾ ആക്ടർ റഹ്മാൻ. യെസ്, വെൽക്കം സർ. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ തൻ്റെ അഭിനയ ആ ഒരു മികവിൻ്റെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് കൂടി നൽകിയ നമ്മളുടെ നായിക, the very beautiful, super gorgeous lady of Malayalam film industry, Bama is here. So ladies and gentlemen, please give a huge round of applause for this wonderful lady out here. നല്ലൊരു കൈഡിയാവാം, ബിക്കോസ് അവരുടെ ഒരു എഫേർട്ടാണ് ഈ ഒരു ഫിലിം. അതോടൊപ്പം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നയൻതാര. യെസ്, ദ വെഡിങ് ആക്ടർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. മാസ്റ്റർ ആകാശ്, മീനാക്ഷി, അതുപോലെ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അർജുൻ. യെസ്, സന്തോഷ് കി രാജൂർ, മിസ്റ്റർ വിനോദ് ആൻഡ് മിസ് വർഷ വിനു. ഏവരെയും ഒരിക്കൽ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഫിലിമിൻ്റെ പിറകിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ്, അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം അവരാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സോ അവരെ നമുക്ക് നല്ലൊരു കൈയോട് കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ സ്വന്തം വേണുചേട്ടൻ. യെസ്, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന നമ്മളുടെ പ്രിയ, എന്താണ് പറയുക, ഒരുപാട് നല്ല നല്ല മ്യൂസിക് നമ്മൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന M ജയചന്ദ്രൻ. യെസ്, വെൽക്കം സർ. പാട്ടുകളുടെ ലിറിക്സ് ചെയ്തിരിക്കുന്ന റഹീഖ് അഹമ്മദ്. ആൻഡ് യെസ്, മറുപടി എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന ദ വെരി ബ്യൂട്ടിഫുൾ ജുലൈന അഷ്റഫ്. വെൽക്കം മാം. ആൻഡ് മേഡി മോഷൻ പിക്ചേഴ്സ് ആൻഡ് എവറിഥിങ് മിസ്റ്റർ അഷ്റഫ്. അദ്ദേഹത്തെ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് യെസ്, മറുപടി ഈ ഒരു ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ ബാവ. സോ ഒരിക്കൽ കൂടി നല്ലൊരു കടി കൊടുക്കാം ഫോർ ഓൾ ദിസ് മെനി ഇയർ. യെസ്, ഒരാൾ കൂടി നമ്മളോടൊപ്പം ഈ ഒരു വേദിയിൽ എത്തിച്ചേരാനായിട്ടുണ്ട്. നമ്മളുടെ എഡിറ്റർ മിഥുൻ. സോ ഈ ഒരു സ്പെഷ്യൽ സന്ധ്യയിൽ നമ്മൾ തുടക്കം കുറിക്കാം. ദീപം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ദീപം തെളിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് നമുക്ക് തുടക്കം കുറിക്കാം. ആദ്യത്തെ തിരി തെളിക്കുവാനായി സ്വാഗതം ചെയ്യുന്നു
the great director and script writer, one of the most respected director കൂടിയായ ശ്രീ രഞ്ജിത്ത്. Yes, welcome sir. ആദ്യത്തെ തിരി തെളിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ തിരി തെളിയിക്കുന്നത് തിരക്കഥാകൃത്തും ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്ത്. അതോടൊപ്പം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുരേഷ് കൃഷ്ണ, നമ്മുടെ പ്രിയ നടൻ, ശശി അയ്യൻചിറ, ശശിധരൻ ഉള്ളാട്ടിൽ, ഡയറക്ടർ സാദിഖ്, Deputy Commissioner of Police Mr. Prem Kumar and Aroma Productions ൽ നിന്ന് Mr. Sunil Kumar. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. യെസ്, സാദിഖ് സാറിനെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. Thank you so much. And ഈ ഒരു സിനിമ മറുപടി എന്ന ഈ ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമ്മുടെ ലീഡ് ആക്ടർ റഹ്മാൻ സാറിനെ ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഈ ഒരു ചിത്രത്തിനെ കുറിച്ച്. നമസ്കാരം. പ്രതീക്ഷയില്ല, എന്നാലും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പറയുന്നു. ഈ പടത്തെക്കുറിച്ച് ശരിക്കും സംസാരിക്കേണ്ടത് ഇതിൻ്റെ റൈറ്ററാണ്, മിസ് ജൂലിയൻ ആഷ്റഫ്. എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാലത്ത് എൻ്റെ സിനിമ ജീവിതത്തിൽ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, എനിക്ക് പല ഏതാണ്ട് പ്രമുഖ സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നതാണ്. പത്മരാജൻ സാർ, ഭരതേട്ടൻ, KS മാധവൻ സാർ, K ബാലചന്ദർ, ജോഷിയേട്ടൻ, ഡയറക്ടർ രഞ്ജിത്ത്, ഇപ്പോൾ ഒടുവിൽ VM വിനു പോലെയുള്ള പ്രമുഖ സംവിധായകരോടൊപ്പം അവരുടെ കൂടെ എനിക്കൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഭാഗ്യമായി കാണുന്നു. അതുപോലെ തന്നെയാണ് മ്യൂസിക് ഡയറക്ടറിൻ്റെ കാര്യത്തിൽ. ഇളയരാജ തുടങ്ങി AR റഹ്മാൻ വരെ ഒട്ടുമിക്ക പ്രമുഖ സംഗീത സംവിധായകരുടെ കൂടെ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് അവരുടെ പാട്ടിന്, അവർ സംഗീതം ഒരുക്കിയ സംഗീതത്തിന് എനിക്ക് നൃത്തം ചെയ്യുവാനും പാടി അഭിനയിക്കാനും സാധിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത്
ഒട്ടുമിക്ക ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി തന്ന എം ജയചന്ദ്രൻ്റെ ഒരു പാട്ടിന് എനിക്ക് അഭിനയിക്കാനോ നൃത്തം ചെയ്യുവാനോ ഭാഗ്യം കിട്ടിയിരുന്നില്ല. ആ സങ്കടത്തിന് മറുപടിയായിട്ടാണ് ഈ പടം മറുപടി എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഈ ചിത്രത്തിൽ ഈ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എനിക്ക് തോന്നുന്നു എക്കാലത്തും മലയാളി പ്രേക്ഷകരുടെ നാവിൻ തുമ്പിൽ ഇത് മാറി മാറി ഇരിക്കും എന്ന് യാതൊരു കാര്യത്തിലും സംശയമില്ല. താങ്ക് യു ജയചന്ദ്രൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ മ്യൂസിക്. അതേപോലെ തന്നെ റഫീഖ് അഹമ്മദിൻ്റെ ലിറിക്സ്. ആൻഡ് താങ്ക് യു ഉള്ളാട്ടൽ ഫിലിംസ്, താങ്ക് യു സോ മച്ച് ഈ പടം ഏറ്റെടുത്തതിന്. താങ്ക് യു ഓൾ. Thank you so much, sir. And now I request Bama to say a few words about this film. So please. ബഹുമാനപ്പെട്ട രഞ്ജിത്ത് സാർ, മറ്റിവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മറുപടി എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത്. 2007 ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിൽ അത്രയ്ക്കും ഇഷ്ടം തോന്നുന്ന ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ചില സിനിമകളിലേ കഴിയൂ. അപ്പോൾ അത്തരത്തിലൊരു സിനിമയാണ് മറുപടി. അതുപോലെ തന്നെ ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന സമയം മുതൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കും കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്തരം ഡയറക്ടേഴ്സിൽ ഒരാളാണ് VM വിനു ചേട്ടൻ. അപ്പോൾ അതിൽ വിനുചേട്ടൻ്റെ ഒരു മൂവിയിൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി സർ. ആൻഡ് പ്രൊഡ്യൂസർ, ക്യാമറാമാൻ വേണുഗോപാൽ ചേട്ടൻ, ആൻഡ് ഓൾ മൈ കോ സ്റ്റാർസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മളുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ഗാനങ്ങൾ ചെയ്ത എം ജയചന്ദ്രൻ, ഏറ്റവും ബഹുമാന്യരെ അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വിനുചേട്ടൻ്റെ കൈ പിടിച്ച് നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോയ പല നിമിഷങ്ങളും പോയല്ലോ എന്ന് വ്യാകുലപ്പെടുമ്പോഴും ഈ നിമിഷത്തെ ഞാൻ ആനന്ദമായി കാണുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പേ ബാലേട്ടൻ എന്നുള്ള ചിത്രത്തിൽ സംഗീത സംവിധായകൻ ആരായിരിക്കണം എന്ന് വിനുചേട്ടനോട് ചോദിച്ചപ്പോൾ വിനുചേട്ടൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു പയ്യനുണ്ട്, ജയചന്ദ്രൻ എന്നാണ് അവൻ്റെ പേര്, അവനാണ് എൻ്റെ സിനിമയിലെ സംഗീത സംവിധായകൻ. വിനുചേട്ടൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പല ആൾക്കാരും അത് വേണോ എന്ന് ചോദിച്ചെങ്കിലും വിനുചേട്ടൻ പറഞ്ഞ് അതല്ല, ജയൻ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ബാലേട്ടനാണ് എൻ്റെ കരിയറിലെ ആദ്യത്തെ ഒരു മേജർ ഹിറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള ഗാനം, അതിലെ മറ്റ് ഗാനങ്ങളും. ഞാൻ VM വിനുചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട്. പിന്നെ 5 സിനിമകൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. ഇത് 6ാമത്തെ സിനിമയാണ് VM വിനുചേട്ടൻ്റെ കൂടെ ഞാൻ കൈപിടിച്ച് നിൽക്കുന്നത്. ഇതൊരു ത്രില്ലറാണ്. വിനുചേട്ടന് തന്നെ ഭാഷയിൽ അങ്ങനെയാണ്. സാധാരണ ത്രില്ലർ സ്വഭാവമുള്ള ചിത്രങ്ങളിൽ പാട്ടുകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കഥ പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാട്ടുകളായിരിക്കും. പക്ഷെ വിനുചേട്ടൻ വളരെ തന്മയത്വത്തോടുകൂടി വളരെ ഇൻ്റലിജൻ്റായിട്ട് അതിനകത്ത് ഈ 3 പാട്ടുകളുടെയും കൃത്യമായിട്ടുള്ള സ്പേസ് അദ്ദേഹം കണ്ടെത്തിക്കൊണ്ട് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 സോങ് സിറ്റുവേഷൻസ് എനിക്ക് തന്നിട്ടുണ്ട്. റഫീഖിനോട് വർക്ക് ചെയ്തത് വീണ്ടും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.
ഇതിൽ വളരെയധികം സന്തോഷമുള്ള വേറൊരു കാര്യം, വിനുചേട്ടൻ്റെ മകൾ വർഷ ഇതിൽ പാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വർഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ് പറയാൻ കൂടി ഈ അവസരത്തിൽ എൻ്റെ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഭാവിയിൽ വലിയൊരു ഗായികയായിട്ട് മാറട്ടെ. അങ്ങനെ മാറാൻ വേണ്ടി ഞാൻ പരമകാരുണ്യവാനായ ഈശ്വരനോട് ഈ അവസരത്തിൽ നിങ്ങളെ സാക്ഷ്യം നിർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ട് പല ഗായകരും പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബിനിച്ചേട്ടൻ പറഞ്ഞു അത് ഒരു ആൾ പാടുന്നത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, അത് ജയൻ തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാനത് സമ്മതിക്കാണ്ട് വീണ്ടും വീണ്ടും ഞാൻ പല ട്രയൽസ് നടത്തി. അതൊന്നും ബിനിച്ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവസാനം എൻ്റെ ശബ്ദത്തിൽ തന്നെ ആ ഗാനം സിനിമയിൽ ചേർത്ത്. അപ്പോൾ എൻ്റെ ഡയറക്ടറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടുകൂടി തന്നെ മൈ ഡിയർ പ്രൊഡ്യൂസർ അഷ്റഫ് ജി, അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ചുനൈന, അതുപോലെ വേണുചേട്ടൻ, പിന്നെ ഞാൻ എൻ്റെ വഴികളിൽ റഹ്മാൻ സാറിൻ്റെ പല സിനിമകളും കൂടെ ഇവിടെ തൊട്ടുള്ള സകല സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആദ്യം ഞാനൊരു ഗായകനാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടും എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്ന സമയങ്ങളുണ്ട്. പിന്നെ അത് സംഗീതത്തിൻ്റെ രീതിയിൽ സംഗീത സംവിധായകനായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കമ്പോസ് ചെയ്യാൻ അദ്ദേഹം സ്റ്റാർ ചെയ്യുന്ന സിനിമകളിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നിട്ടുള്ളത്. അദ്ദേഹം എന്നെക്കുറിച്ചും ഈ പാട്ടുകളെക്കുറിച്ചും ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. ആ മനസ്സിൻ്റെ മുൻപിൽ ഞാൻ നമസ്കരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും ഈ പാട്ടുകൾ എൻ്റെ സമർപ്പണമാണ് ബിനുചേട്ടനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്തേ. താങ്ക് യു. Thank you so much. And yes, we have come to the sole part of this function, the audio release. Audio release, ഈ ഒരു ഓഡിയോ CD നൽകിക്കൊണ്ട് ഈ ഒരു ചടങ്ങ് ആരംഭിക്കുവാനായി വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുലിമുരുകൻ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നീ തുടങ്ങിയ ഹിറ്റ് ഫിലിംസിൻ്റെ ഓഡിയോസ് ചെയ്ത മില്ലേനിയം ഓഡിയോസ് MD ശ്രീ മില്ലേനിയം സജി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഓഡിയോ CD റിലീസ് ചെയ്യാനായി വേദിയിലേക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയുടെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജിത്ത് സർ. യെസ്, അദ്ദേഹത്തെ നല്ലൊരു കൈഡിയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മളേവരും കാത്തിരുന്ന മറുപടി എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ റിലീസ് ഇവിടെ നടക്കുകയാണ്. യെസ്, ഒരു നിറഞ്ഞ കൈയോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് പൂർത്തീകരിക്കാം. താങ്ക് യു എവ്രി വൺ, താങ്ക് യു. ആൻഡ് നമ്മളുടെ ഓഡിയോ വീഡിയോ റിലീസിംഗിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീഡിയോ റിലീസിംഗിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ശ്രീ സിദ്ധാർത്ഥ് ശിവ. വെൽക്കം സർ.
യെസ്, മറുപടിയിലെ ആ ഒരു അതിമനോഹരമായ ഗാനരംഗം ഈ ഒരു വീഡിയോ റിലീസിങ്ങിലൂടെ നമ്മൾ ഏവരും കണ്ടു. താങ്ക് യു സോ മച്ച് സർ. യെസ്, ഒരു ഗാനരംഗം കൂടി ഈ ഒരു വീഡിയോ റിലീസിങ്ങിൽ നമ്മൾ കാണാൻ പോവുകയാണ്. സോ എവ്രി വൺ ഓൺ ദി സ്ക്രീൻ പ്ലീസ്. ശംഖിലെ തീർത്ഥമായി പിന്നെയും പോരുമോ? ഇരുളിനന്ധലിപിയിൽ ഈ നിഴലിൻ നീലമഷിയിൽ രാവ് ദൂരെ എഴുതി വേർപാടിനന്ത്യവരികൾ നിറതാരകൾ ചൊരിഞ്ഞതോ ഈ ബാഷ്പധാരണി. ജയചന്ദ്രൻ സാറിൻ്റെ ആ അതിമനോഹരമായ 2 ഗാനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായി മറുപടിയുടെ ട്രെയിലർ റിലീസാണ്. For that, I would like to call on stage one of the best directors of Malayalam film industry, ശ്രീ ജോഷി സർ. അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം.
നമ്മൾ കണക്കൂട്ടിയതിനേക്കാൾ മുകളിലാണ് ഈ സാറയുടെ കഥ. പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് എബിൻ സാറ് ഇവിടേക്ക് എത്തിയത്. കൂടെ അവരുടെ മകൾ റിയ ഉണ്ടായിരുന്നു. റിയ റിയ She has to go to the juvenile home. ഇവിടെ മലയാളി ആയാലും ബംഗാളി ആയാലും നീതി നിയമം എല്ലാവർക്കും ഒന്നാ. ഇവിടുത്തെ വലിയ സൂപ്രണ്ട് സാറില്ലേ, അയാൾ വണ്ടിനകത്ത് മറ്റേ പരിപാടിയാ. അവരെ ഇമ്മീഡിയറ്റ് ആയി പുറത്തിറക്കണം. പുറലോകം കാണുള്ള നീ. എന്റെ മോക്ക് മരിക്കാൻ പേടിയുണ്ടോ? ഇനി അഥവാ ഇവിടെ തന്നെ ആവുന്നെങ്കിൽ അത് ഞാൻ ഒറ്റക്കായിരിക്കും. तुमको तो पता था I have an eye for your daughter. ഇല്ല, എന്റെ മോളെ ഞാൻ വിട്ടുതരില്ല. And that was the most awaited trailer of Marubadi. Thank you, Joshi sir. Thank you so much. And now, Marubadi എന്ന ചിത്രത്തിൻ്റെ സ്ട്രെങ്ത് നമ്മളുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ അഷ്റഫ് ബേഡി അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബേഡി മോഷൻ പിക്ചേഴ്സ് ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹം തന്നെയാണ് മറുപടി എന്ന ഈ ഒരു ചിത്രം ഇന്ന് സാധ്യമാക്കിയിരിക്കുന്നത്. സോ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. വെൽക്കം സർ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ അതിഥികൾക്കും ആദ്യമായി നന്ദി പറയുന്നു. ഇവിടെ ഇങ്ങനൊരു സംസാരം വേണ്ടിവരുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കാരണം ഞാനൊരു പ്രൊഡ്യൂസറായതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പ്രത്യേകിച്ചും ജോഷി സാറ്, അതുപോലത്തെ വലിയ വലിയ ഡയറക്ടർ രഞ്ജിത്ത് സാറ് എല്ലാവരും ഉള്ള ഈ സ്റ്റേജിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒന്ന് എന്താ പറയണ്ടേ സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും ഈ ഒരു സംരംഭം, അതായത് ഞാൻ ആദാമിൻ്റെ മകൻ അബുവിൽ ഒരു പാർട്ട്ണറായിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പം മറുപടി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ത്രെഡ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ കാര്യമായിട്ട് ഒരു സംഭവം പറയാനുണ്ട്. കാരണം ഇന്ന് ലൈവായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ, അതിനേക്കാളും ഭീകരത ഉള്ളതാണ്. അത് അറിയപ്പെടാതെ പോകുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന് പോകുന്നുണ്ട്. പക്ഷെ അതാരും അറിയുന്നില്ല. അപ്പോൾ അത് ഒന്ന് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു സംഭവമാണ്. അത് എന്തായാലും ഒരു ഫാമിലി സ്റ്റോറിയിൽ കൂടി അത് വരുമ്പോൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും. അത് ഒരു നല്ല സിനിമയായിരിക്കും തോന്നി. അങ്ങനെ ഞാൻ ഈ ഫാമിലി ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഞാൻ വിനുവേട്ടനെ സംസാരിച്ചു. വിനുവേട്ടനെ എനിക്ക് ആദ്യം പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിനുവേട്ടനോട് ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ വിനുവേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാനും ഇതുവരെ സിനിമയിൽ നിന്ന് ഞാൻ കുറച്ച് മാറി നിന്നിട്ടാണ് ഉള്ളത്. കാരണം നല്ലൊരു കഥ കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലൊരു കഥ എനിക്ക് ഒരു നല്ല കഥയാണെന്ന് തോന്നാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, വൈഫിനോട് ഞാൻ വരാൻ പറയാം, നിങ്ങൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈഫിനെ കൊണ്ടുവന്നു, സ്ക്രിപ്റ്റ് കേൾപ്പിച്ചു കൊടുത്തു. മൂപ്പര് പറഞ്ഞു, ഒന്നും ചിന്തിക്കാനില്ല, ഇനി ഈ സംഭവം നമ്മൾ എന്താ പറയണ്ടേ, ഇത്
ഷൂട്ട് തുടങ്ങാൻ തന്നെ പോവാം, വേറൊന്നും ചിന്തിക്കാനില്ല, അത്രക്കും മൂപ്പരതിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഈ സംഭവത്തിലേക്ക് കടന്നു. അങ്ങനെ ഈ സിനിമ ഇവിടെ എത്തി, ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരോടും ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി. ഓക്കെ, നമസ്കാരം. Thank you, sir. And now I request the precious town from Bedi family, Ms. Laika Bedi, to kindly come forward the stage and deliver the word of thanks. So, nallora kadi oduga Bedi Motion Pictures and their princess kodiyana Ms. Laika. Good evening, all. I stand here on the dais today to represent my family and present an outsider's perspective. I want to begin by expressing my gratitude to the Lord Almighty for helping my mum make her vision a reality. I also want to thank my dad, Ashraf Bedi, for being by her side and giving her confidence even when she didn't believe in herself. And a big, loud thanks to Vinu Uncle, the director, for guiding them throughout this venture. A wholehearted gratitude to all the eminent personalities, well-wishers, and supporters present here today for taking time out of your busy schedule. Music is an integral part in any movie. Music is an emotion. It expresses that which cannot be said and has truly been beautifully expressed by our all-time favorites, Mr. M. Jayachandran and Mr. Rafiq Ahmed. Special mention to Millennium Audios and Mr. Saji, the distributors of audio. Most importantly, hats off to all the technicians and crew members headed by Mr. Vinu Uncle for their remarkable efforts day in and day out. On behalf of the team, much obliged to all channels and media persons, especially the distributors, Ulatal Films, for their incomparable support. I'm going to conclude by saying a genuine and sincere thanks to everyone present here tonight for your time and support. Thank you. Thank you so much, Laika. And yes, മറുപടി എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിങ്ങിനായി നിങ്ങൾ ഏവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. Thank you so much for being here. And yes, please enjoy your treat as well. Have a great evening. And this is Andrea signing off. Thank you so much. Thank you. ഇല്ല, എൻ്റെ മോളെ ഞാൻ വിട്ടുതരില്ല.